ഒരു 2 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നല്ലേ. ഇളക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ വരട്ടെ, ബാക്കി ഫീൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇതാണ്ടാ വരുന്നത്. എൻ്റെ മോനെ ഇത് കയ്യൊക്കെ പിടിച്ചിട്ട് ഇടാ അളിയ ഫിലി. ഇവനെന്താടാ ആയിരുന്നു ചിമ്മി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബട്ട് ഇപ്പം പറ്റില്ല കേട്ടോ. നമുക്കെല്ലാവർക്കും പോയി കഴിഞ്ഞിട്ട് രഹസ്യം. ഓ അല്ല, ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ, രഹസ്യങ്ങൾ മാത്രം ആണല്ലോ. സോ ഇവരാരും അറിയണ്ട. അതെന്താളി അങ്ങനെ? അതങ്ങനെയാ. ഓ കലിപ്പിലാണ് മോനെ. വേഗം പറഞ്ഞ ചേട്ടൻ നല്ല കലിപ്പില്ല. എന്നാൽ തീർത്തേക്കാം. എടാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ നീ പറ. ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? അളിയ ചെറുതായിട്ട് ഞങ്ങൾ ഒന്ന് കമ്മിറ്റഡായി. ആഹാ ഇങ്ങോട്ട് വന്നേ നീ. ഒന്നിങ്ങോട്ട് നിന്നേ. നിങ്ങളെന്തായിന്ന്? റിലേഷനിലാണെന്ന്. ഓഹോ ആണല്ലേ. മാറി ചട്ടപ്പട്ടി നായേ, ഇപ്പോഴാണോ തേണ്ടി പറയുന്നത്? അവൻ കമ്മിറ്റഡായി വരും. നിൻ്റെ ആദ്യം മുതലുള്ള ഇളക്കുള്ള കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ അവസാനിക്കും. എന്നാൽ നമ്മളോടൊന്നും പറയാതെ അവൻ റൂട്ട് വലിക്കാൻ നോക്ക്. ചെറ്റ അവൻ നപ്പൊട്ടറാ. എടാ അങ്ങനല്ല. ഒന്നും വേണ്ടടാ. നീ ലെവനോട് പറഞ്ഞു വൈ മീ, എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? എടാ അങ്ങനെയല്ല, നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട്. ഓ പിന്നെ ഞാനൊക്കെ ജാമ്പുവാൻ്റെ കാലത്താണല്ലോ ജീവിക്കുന്നത്. എടാളി അങ്ങനല്ല, സീരിയസ്ലി ഞങ്ങൾ 2 ദിവസം മുമ്പ് കമ്മിറ്റഡ് ആയല്ലോ. പിന്നെ ഒന്ന് ഇവിടെ വന്നിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചു. ഓഹോ വെറുതെ അല്ല ഞാൻ അയക്കുന്ന റീൽസിനൊന്നും റിപ്ലൈ ഇല്ലാത്ത. ഐഷ് സോറി ഡാളിയ, ദേഷ്യപ്പെടാതെ. ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ ജിമ്മിയെ ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും. രണ്ടിൻ്റെ ഷോ ഓഫ് ആയിരിക്കും. പിന്നെ നീ പോടാ. അതെ അങ്ങനെ ഒരെണ്ണം കൈവിട്ടു പോയി. ഐഷ് അളിയ നിനക്ക് ഞാനുണ്ട്, നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. പൊന്നു മനസ്സിലാക്കെ ഞങ്ങളറിയാണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാണല്ലോ സെഞ്ചുറി. ഇല്ല എന്നാൽ പിന്നെ ഈ മുതലിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി അങ്ങോട്ട് വൈകുന്നേരം കണ്ടാൽ മതി. അങ്ങനെ എല്ലാ ടൈമും കാണുന്ന അത്ര നല്ലതല്ല. പൊന്നു മോനെ ഫിലി കുശുമ്പ് ഒട്ടുമില്ല അല്ലേ? കണ്ട മനസ്സിലാക്കി കൂടെ ഒട്ടുമില്ല. ഞാൻ ആ ബാത്റൂം പോയിരുന്ന് കരയട്ടെ, അതായിരിക്കും എനിക്ക് നല്ലത്. വാടാളിയ ഞാനുണ്ട്, നിന്നെ വിശ്വസിക്കില്ല. നീ എപ്പോഴാണെങ്കിലും ചടുപ്പം. അതിനുള്ള ഇളക്കമൊക്കെ ഞാൻ കാണുന്നുണ്ട്. കിണ്ടി പിടിച്ച് വാട വന്നി. അളിയ ജാക്കേ ഭായ് ചെക്കനെ ഞങ്ങൾ കൊണ്ടുപോവാം. ഡാ ഇനി ചെക്കനെ നോക്കിക്കണം, നമ്മുടെ ജേക്കയുടെ ചെക്കൻ. ഇനി ആദ്യേ അവൻ എൻ്റെ ഫ്രണ്ട്, അത് കഴിഞ്ഞിട്ട് ജേക്കയുടെ. ഓക്കെ അതുകൊണ്ട് ഞാനാ ഫസ്റ്റ്. ആരോടാ തേജു? അതെ സീരിയസ്ലി ഇവിടെ ഇപ്പോൾ ആരാ കപ്പിൾസ്? ചെല്ലാൻ നോക്ക്. വെറുതെ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് വാങ്ങിച്ചു തരാതെ. ചെല്. ഈവൻ ശരിടാ ബൈ, ഈവനിങ് ആണ്. കുക്കി എന്താണ്? എനിക്കൊരാഗ്രഹം. എന്നിട്ടാ പറയാത്തെ? പറ എന്താ വേണ്ട? അത് നിനക്ക് തരാൻ പറ്റൂ? അതെയല്ലേ, എന്താ അത്? ഐഷ് അതല്ല. പറയട്ടെ, പറ. ബട്ട് 1 കണ്ടീഷൻ. ഞാൻ പറഞ്ഞാൽ എനിക്കത് കിട്ടിയിരിക്കണം. എന്നെ കൊണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിലും ഓക്കെ ഉറപ്പാണേ. ആടോ താൻ പറ. അത് വെയിറ്റ്, ഇതെന്താ നോക്ക്. തേജു ഇതിപ്പോൾ എന്തിനാ എനിക്ക്? ഓക്കെ പ്ലീസ് എനിക്ക് വേണ്ടി. തേജു ഞാൻ പറയുന്നേക്ക്. നോ
കേക്കടോ, എന്താ ഞാൻ ഇതൊക്കെ വിട്ടു. സീരിയസ്ലി, പണ്ടതിൻ്റെ ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഇല്ലടോ. ഞാനത് മനസ്സിനെ കളഞ്ഞു. ഇപ്പം എൻ്റെ ലോകം, എൻ്റെ ഫാമിലി, നീ, നമ്മളിത്ര പേര്, അത് മതി. ഇത് പണ്ടായിരുന്നു, ഇപ്പം അത് വേണ്ട. എന്ത്? ഒന്നും പറ്റില്ല. കുക്കിയും വാക്ക് വന്നാണേ പറഞ്ഞ് പാലിക്കാമെന്ന്. എടോ, ഞാൻ ടച്ചടക്കം വിട്ടു. ഇനിയിപ്പോൾ അതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ലല്ല, അതെനിക്ക് മനസ്സിലായി. എനിക്ക് നീ, നമ്മൾ എത്ര മതി. പ്ലീസ് കുക്കി, എൻ്റെ ഒറ്റൊരാഗ്രഹമല്ലേ, നീ ആ ചാമ്പ്യൻഷിപ്പ് പഠിക്കുന്ന എനിക്ക് കാണണം. അതുകൊണ്ട് തേജു, പ്ലീസ് കുക്കി, പ്ലീസ്. വാക്ക് തന്നാണ്, വാക്ക് പിന്നെ പാലിക്കാതിരിക്കരുത്. ഞാൻ മാത്രമല്ല, പപ്പയും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തു. എല്ലാവരുടെ ആഗ്രഹം. പ്ലീസ്, എനിക്ക് വേണ്ടി. കിട്ടുമോ ഇല്ലയോ അതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ട്രൈ, ദാറ്റ്സ് ഇറ്റ്. നിൻ്റെയും കൂടി ഡ്രീം അല്ലടോ, അതിപ്പോൾ എൻ്റെയും കൂടി. പ്ലീസ് തേജു, വേണോ? വേണം, പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് വേണ്ടി. ഓക്കെ, ഐ വിൽ ട്രൈ. അപ്പോൾ ഉറപ്പിച്ചല്ലോ? അയ്യോ, ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് പ്രിപ്പറേഷനാണ്. എന്തിൻ്റെ? ഇതിൻ്റെ. ഓ, ഓക്കെ. അങ്ങനെ കുക്കീസിൻ്റെ ഡ്രീം നടക്കാൻ പോവാം. വാട്ട് അബൌട്ട് യു? നിനക്ക് ഡ്രീം ഒന്നുമല്ലേ? ഡ്രീം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ നീ ആയ ഡ്രീം. നിന്നെപ്പോലെ നീ മാത്രമുള്ളൂ, റയർ ഐറ്റം. ഓ, താങ്കോ. വേറെ ഒന്നും കൊടുത്തില്ലല്ലോ. അതാണ് ഈ തേജു. വന്നപാടെ ഇവൻ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ അതിശയായി. ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻ വരും എന്നൊക്കെ ആരും വിചാരിച്ചില്ലല്ലോ. സത്യം, ഇതുങ്ങളെ കണ്ടിട്ട് എനിക്കും മനസ്സിലായില്ലെന്നേ. ജിമ്മി എവിടെ? അവനെ കാണാനാണ് ഞങ്ങൾ വന്നത്. ആ, ഫ്രഷ് ആവാനെന്നും പറഞ്ഞ് പോയതാ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആ മോളെ. അല്ല ഹോബി, ഇതുങ്ങളിങ്ങനെ വിട്ടാൽ മതിയോ? ഞാനെന്ത് പറയണം, വലിയ ചെക്കന്മാരായില്ലേ, അവരിഷ്ടങ്ങൾ എന്താ നടക്കട്ടെ. അത് ശരിയാ. വല്ല എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെങ്കിൽ പറയണം കേട്ടോ. തീർച്ചയായും പപ്പ. ആഹാ, അവൻ്റെ ആവശ്യങ്ങൾക്ക്. അമ്മേ, എന്തു പാടേ? ഹായ് ചിമ്മിച്ചായോ. ഇവിടെ ഇറങ്ങി. ആഹാ, ഞാൻ എൻ്റെ ഹോബീസിനാണ് വന്നത്. ഹോബീസിനാണ് നീ തക്കള പോകണം, അല്ലാണ്ട് എൻ്റെ അടുത്തൊക്കെ അല്ല പറ്റേ. ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നവിടെ ചൂടാവതേ. ഒരു പുരുഷൻ്റെ റൂമിൽ കയറിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ടൂർ കൊട്ടണം. ഓ, ഒരു വലിയ പുരുഷൻ വന്നിരിക്കണം. എന്താ നിനക്ക് വിശ്വാസമല്ലേ? ഇല്ല, എന്നാ തെളിക്കടി. ആ, തെളിക്ക്. ഐഷ് മളാകെ ഒന്ന് ചെല്ലാകോ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഓ, പിന്നെ ഞാൻ കാണാത്ത പോലെ. ഇവള് നിൻ്റെ തൊള്ളയായിരുന്നല്ലേ ഈ കേട്ടോണ്ടിരുന്നത്? ഞാൻ മാത്രമല്ല, പിന്നെ പപ്പയും അമ്മയും വന്നിട്ടുണ്ട്. ആട്ടെ, എൻ്റെ നമ്മുടെ കല്യാണക്കാരെ സംസാരിക്കാനാ. എന്താ? ആ, ഞാനിപ്പോൾ വരാം, നീ ഇറങ്ങി. ഐഷ്, ഇനിയിപ്പോൾ ഇത്രയല്ലേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഞാനിവിടെ വയ്ക്കാം. നിനക്ക് നാണോ മാനല്ലേ? ഇല്ല, ഇറങ്ങിപ്പോയി. ഓ, ആയിക്കോട്ടെ, ഭാവിയിൽ കാണട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. എന്താ? ഒന്നുമില്ലേ. ആ, ദേവനെത്തിയല്ലോ. ഹായ് ചെമ്മിക്കുട്ട. ടീച്ചറാൻ്റെ? അതേലോ. നിങ്ങളെങ്ങനെ ഇവിടെ? ഞാൻ എൻ്റെ പിള്ളേരെ കാണാൻ വന്നു. തേജു, നീ ഇത് കണ്ടില്ലേ? കണ്ടു, ഞാനും ഓൾറെഡി കണ്ടത്. അപ്പോൾ എന്നെന്താ വിളിക്കാൻ? നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വേഗം വരത്തില്ലായിരുന്നു. ആ, എമ്മാതിരി കുളിയാണല്ലോ, ആഴ്ചയിലാണ് വിളിക്കാറ്. അല്ല, ഞാൻ അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറയാം.
നിങ്ങൾക്കൊന്ന് തപ്പി പിടിച്ച് വരായിരുന്നു. അയ്യോ, അവനോട് ചോദിച്ചു നോക്ക്, ഞാൻ എപ്പോഴും പറയായിരുന്നു. അതെ അതെ അതെ, എന്നാൽ ഞങ്ങളൊരു സന്താനം ഇവിടെ എത്തിയായിരുന്നല്ലോ, അതുവഴിയും കണ്ടുപിടിച്ചില്ല അല്ലേ? ചിക്കു ഇപ്പോഴും മനസ്സിലായില്ല? ആ ചിക്കു തേച്ചൊക്കെ നീ ഇവരാണോ? അതേലോ. നീ എന്താ എന്നോട് പറയാഞ്ഞ്? എങ്കിൽ അതൊരു സർപ്രൈസ് ആവും. ഞാൻ പറയാമെന്നൊക്കെ വിചാരിച്ച ഇവരെ പറഞ്ഞു നിനക്കൊരു സർപ്രൈസായിട്ട് തന്നാൽ മതി, ഇവരെ പറയണ്ട. സീരിയസ്ലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ചെക്കൻ നോക്കി വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? കുറച്ച് ഹൈറ്റ് വെച്ചു, വലിയ ഹൈറ്റൊന്നുമില്ല. അതെ, കുറച്ചടുക്ക വില. ആൻറ്റിക്ക് സുഖമല്ലേ? ഓടാ സുഖം. ഇനി ആൻറ്റി വിളി നിർത്ത്, അതൊക്കെ പണ്ട്. നീ മമ്മീന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. ചേക്ക പഠിത്തമൊക്കെ എങ്ങനെ പോകണം? കുഴപ്പമില്ല. മമ്മി ഇപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലടാ, ഞാൻ ആ ഒരു ടൈമിലുണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങ് നിർത്തി. ഇപ്പോൾ പോക്കില്ല. അങ്ങളെ സുഖല്ലേ? ഓ സുഖം. ഞാൻ നിങ്ങളങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഇവള് പറഞ്ഞ് എനിക്കറിയാം. ഡാ കുക്കി, ആ പപ്പ നീ പ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് തേച്ചു പറഞ്ഞു, ഉറപ്പല്ലേ? അത് ഞാൻ വേണമെന്നാ. ഇത് കുക്കി എനിക്ക് വാക്ക് തന്നാണേ. ഞാൻ നോക്കാം പപ്പ, പക്ഷെ അതിനൊരു കോച്ച്. ഓ, കോച്ചാണെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം. ഹൗ അതൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിലാളുണ്ട്. വേണമെങ്കിൽ നാളെ തന്നെ ഇവിടെ എത്തും. ഇനിയിപ്പോൾ എന്ത് നോക്കാനുള്ള കോച്ച് റെഡി, അപ്പോൾ സെറ്റ്. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങിക്കുക ഹോബിയെ. പിന്നെ ഒരിക്കൽ നിൽക്കാടോ? നിന്നാൽ മതി. മക്കളെ ശരിയെന്നാ. നീ വരുന്നില്ലേ? ഞാനിനിയിപ്പോൾ ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ശരിയപ്പോൾ ഹോബിയെ എന്നിറങ്ങുവാണേ. ശരിയപ്പോൾ. ഹലോ ഗൈസ്. ആഹാ, ആരത്? ഫിൽക്കൂട്ടൻ. വേറെ മോനെ സീനായിട്ടുണ്ടല്ലോ. പെരുന്നാള നമ്മൾ വണ്ടേ വിളിയല്ലേ. എന്തൊക്കെ ചെയ്താലും മോൻ ചെയ്തല്ലേ. ഐസ് ദരിദ്രം. ഒരു പുരോഗമനം കേട്ടോ നിനക്കൊന്നും. കൂടുതലത് ഒരു ദരിദ്രമല്ലേ? അതാ. പോടാ. അല്ല, നിങ്ങളെന്തീ വെളിയിലിരിക്കണേ? പോണ്ടേ? നിൻ്റെ അനിയത്തി കുട്ടി എഴുത്തിയുണ്ടല്ലോ, അല്ല അവൾ വരാൻ നിൽക്കുക. എന്നാ പൊളിക്കുന്നു. എന്നിട്ട് അവളെന്തേ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതാ. എത്ര മണിക്കൂറായിരുന്നൊരു സീന്. അല്ലെങ്കിൽ ഈ പെൺപിള്ളേർ ഉറങ്ങാൻ എത്ര സമയം? അതൊക്കെ അത്രേ ഉള്ളൂ. ഓ, ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നല്ലേ. അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണേ? ഞാൻ കുറച്ച് ഒരുങ്ങൊക്കെ വേണം. നിങ്ങൾക്കൊരു ഷർട്ടും മുണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മതി തന്നെ. ഞങ്ങൾക്കങ്ങനെ. അത് പെൺപിള്ളേർക്ക് ലെവള് പെണ്ണല്ലല്ലോ. ഡാ കൊച്ചിനും പറയണ്ട. ഇപ്പം അവളായി. പണ്ട് തേച്ച് വരുന്നു അല്ലേ? നമുക്ക് വിലയില്ല. അല്ല, പറഞ്ഞ പോലെ അവന്മാരിവിടെ. അതുങ്ങൾ നേരത്തെ പോയി. ഞാൻ മര്യാദയ്ക്ക് പോകാനുണ്ടായിരുന്നു ഈ പെണ്ണൊരുത്തി കാരണം. കപ്പിൾസിനൊക്കെ എന്താ അമ്പോ. മക്കളെ അങ്ങോട്ടൊന്ന് നോക്കി, ആരാ പറഞ്ഞേ നോക്കി. അയ്യൻ്റെ മോളെ സീന്. അനക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു. ഹൗസ് ഇറ്റ്? കിടുക്കി. താങ്ക് യു. അഞ്ചമ്മോ ഫെലിസ സെറ്റായിട്ടുണ്ട്. അത് പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ. ഇന്ന് ഞാൻ ഫെലിസിൻ്റെ കൂടെ. നമ്മളിന്ന് പൊളിക്കും. പിന്നെ ഇറങ്ങിയാലോ? അപ്പം മക്കൾ ചെന്ന് പൊളിക്ക്. ചേച്ചിയും പോട്ടെ. ബൈ. ഉണ്ടാളിയ ഇവിടെ. ഓ, ഫുൾ ടൈം ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കണമെന്നില്ല, ഇടയ്ക്കൊക്കെ കൈവിടാം. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. അല്ല, നിങ്ങളെന്ത് ഇത്ര നേരം എടുത്തേ?
ഇവിടെ ഈ ഐശ്വര്യ ഒന്ന് റെഡി ആവണ്ടേ? ആഹാ, ആരിത് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഈ ദിവസം. എടാ കോളേജൊക്കെ സെറ്റായിരുന്നല്ലോ. ഇപ്രാവശ്യത്തെ യൂണിയൻ കൊള്ളാം, സെറ്റായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊള്ളാല്ലേ. ഹളേ ജാക്സാ, ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടിയൊന്നുമില്ലേ? ഉണ്ട് എന്നെ കൂടെ കഴിക്കാം. ഇടേ കുടിപ്പം നീ എന്തി കാണിക്കണേ, ഇങ്ങ് വാ. ഓക്കെ വാ. നീ കോളേജൊന്നും മരിക്കേണ്ടിട്ടില്ല, വാ. അതുമല്ല, ഇന്ന് നീ ഒറ്റയ്ക്ക് വേണ്ട, ഈ ഫെലിയുടെ സ്റ്റുഡൻസ് കുറേ ഉണ്ടാവും. സോ എൻ്റെ കൂടെ നിന്ന് കേട്ടോ. എന്നിട്ടാവും പറഞ്ഞേ, മനസ്സിലായല്ലോ? ഇല്ല, കോഴികളുണ്ടാവും. ചേറ്റ, അവനും എനിക്കിട്ട് വെച്ച് തുടങ്ങിയല്ലേ. പോണേണ്ടല്ലേ ബസ്സിനെ പിടിച്ച് താറാൻ പോലെ. അതിന് പറ്റിയ കൂട്ടം കിട്ടിയിട്ടുണ്ട്. മോനെ ഇപ്പോൾ ഒരു വിളി വരും. ഫിലിയണ്ണ കേട്ടില്ലേ? ഐശ്വ എന്തിനാണ് നിന്നെ വിളിക്കണേ? എന്നല്ല, ആ പോയതേ എന്താണെന്നറിയാനുള്ള ത്വരമുത്തിട്ട. ഞാൻ പോയി ക്ലിയർ ചെയ്തിട്ട് വരാം. അവസാനം കോളാവാക്ക്. പടപടാ നീ ചെല്ലെന്തായാലും. എൻ്റെ പരിപാടി ചെയ്യുമ്പോഴേക്കും സേട്ടനോടെ എത്തും. വന്നാൽ മതി. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല തല്ലും വാങ്ങിച്ചിട്ട് വന്നേക്കും. ആവുന്നില്ലടാ, ഞാൻ വന്നേക്കാം. തേജുണ്ണ என்ன ஐஷு? அது யாரு? ஓ, அது ஜெயக்கே. அவங்கள கேட்கல, அந்த பொண்ணு யாரு? ஓ, அந்த பொண்ணானு இந்த ஆளோட ஒரிஜினல் கேர்ள் ஃப்ரெண்ட். என்ன சொல்கிறீங்க? உண்மை சொல்கிறீங்க, ஆனால் என்கிட்ட சொல்லவே இல்லையே. அவனா அறியல പിന്നെ. என்னது? ஏண்டா என்னை ஏமாற்ற பார்க்குறியா? நீ தானே என்கிட்ட முன்னாலே சொன்ன அவனுக்கு லவ்வரு கிஃப்ரு எதுவுமே கிடையாதுன்னு. ஐயோ, தாடா கண்டுபிடிச்சല്ലോ. ഞാൻ ഇനിയിപ്പോൾ എന്താ പറയുക? ஆமாம், அவன் என்னையும் ஏமாத்திட்டேன். அந்த பொறுக்கி பையன் நீ நம்பவே நம்பாது. என்னது? தமிழும் வராது. டோன்ட் ட்ரஸ்ட் ஹிம், ஓகே? அவன் ரொம்ப கெட்டவன், உனக்கு செட் ஆகலை. ஏண்டா என்கிட்ட முன்னாடியே சொல்லலை? என் டைம் எவ்வளோ வேஸ்ட் ஆயிடுச்சுன்னு உனக்கு தெரியுமா? அதுக்கு இப்போ என்ன, உனக்கு நான் இருக்கலே. உனக்கு நான் தெரியுமா ஒரு லைஃப்? சி அடமாவனே, உன்னை பற்றி தாராளமாக கேள்விப்பட்டேன். இந்த காலேஜுக்கே கோழிக்கடை நீ தானே? அப்படியொന്നും கிடையாது. தெரியும்டா, நீ எனக்கு லைஃப் தெரியா? எனக்கெல்லாம் ஆல்ரெடி ஆள் இருக்குது. சும்மா டைம் பாஸுக்கு பார்க்கலாமே நினச்சேன். ஆனால் அவன் எனக்கு இன்ட்ரெஸ்ட் கிடையாது. நீ எதுக்கு எனக்கு? போடா, எனக்கு என் மாமே இருக்கு. அவனை விட அவள் அப்பாவை செட் பண்ணுறேடா நான். ஹலோ மாமா, நீங்கள் எங்கே இருக்கு? அப்படியா? இதோ நான் வரேன், அங்கே தான் வெயிட் பண்ணேன். ஓகே செல்லும். போட்டா வீக்லி பாய், போயும் வேலையை பார். ശരി അണ്ണാ, ബൈ. ഫസ്റ്റ് ഇതിനാണ് ഞാൻ ആശ്വസിപ്പിക്കുന്നത്. അവൻ രക്ഷപ്പെട്ട്. ഞാൻ കോഴിക്കടയാണെങ്കിൽ ഇവളതിൻ്റെ ഓണർ തന്നെ.
എൻ്റെ മോനെ സീന് എക്സാക്ട് ലൈക്ക് ആൻ ഏഞ്ചൽ. ഐസ് പോടർന്ന് ഊതാതെ ആ സത്യട കടാ. ഇതുകൊണ്ടാണ് ഇവനെ ഞാൻ ഈ പരിപാടിക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. നോക്കടാ, എല്ലാ പെൺപിള്ളേരും അവനത്തിന് നോക്കണം. എനിക്കും വേണം ഈ സുംബ. അല്ല, ഐ മീൻ ഈ ഡാൻസ്. ജിമ്മി കലക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നീ കയറിയെ പൊളിക്കും. ഓവ ജിമ്മിച്ചേ നന്നായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അത്ര ഇല്ല കേട്ടാ. ഇതിനു മുമ്പ് നീ കണ്ടിട്ടുണ്ടോ? ആ പിന്നെ അതിപ്പോൾ അതാ നിനക്ക് നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. നല്ലതാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. അല്ലടാ അവള് വാ മോനെ ഫെലിയേ, നമുക്ക് ചേട്ടൻ പപ്സ് വാങ്ങിച്ചേരാം. ആ എന്നാ ഓക്കെ വാ പോവാം. ഡാ നീ വന്നില്ലേ? ഇല്ല, എനിക്ക് ആ ഗംഗ ഈ ചാർട്ട് ഒളിപ്പിച്ച് തന്നിട്ട് ഇത് കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെന്നോ? ചേക്കെ നീയോ? ആ ഞാനെന്നാൽ അത്യാവശ്യം കൂടെ ഉണ്ടാവും. ഞാനും പിന്നെ വരാം. ശരി ശരി, ഞങ്ങൾ ക്യാൻറ്റീനിലാണ്, അങ്ങോട്ട് വന്നേ. ആടാ രാജേട്ടാ 3 പപ്സ് 3 ലൈം. മോളെ ടെസ്സേ നീ ഇവിടുത്തെ പപ്സ് വയ്ക്കും. സീനാണ്, നല്ല ഫ്രഷ് സാധനം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, നമുക്ക് തീർച്ചയാലെന്നാ. എനിക്കതന്നെ തോന്നുന്നത്. ഇവിടെ നിന്നിട്ടില്ല കാര്യമൊന്നുമില്ല. പിന്നെ അവസാനം ഇവിടുത്തെ പണി ഫുള്ളും നമുക്കായിരിക്കും. ആ അത് ശരി. തീർന്നടാ, സോനാലിരുന്നുണ്ട്. മോളെ ടെസ്സേ ആ ഞാൻ ഒരു സോണ ചേച്ചിനെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ജിമ്മിച്ചൻ്റെ. ആ ഇതാ വരുന്ന സാധനം. ഹായ് ജിമ്മി. ആ സോന നന്നായിട്ടുണ്ട് കേട്ടോ പെർഫോമൻസ്. ഓ താങ്ക് യു. പിന്നെ ഇന്ന് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഓ താങ്ക് യു. ജിമിൻ ഫ്രീ ആണോ? 1 കപ്പ് കോഫി. ഓ അശോ സോറി, അവൻ ബിസിയാണല്ലോ മോളൂ. ഫെലി ഞാൻ നിന്നോടല്ല ചോദിച്ചത്. ജിമിൻ സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇതന്നെയല്ല ഞാനും പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ആവാം. ആ പപ്സ് വന്നല്ലോ. ശുഭ സാർ നിനക്ക് വെജല്ലേ ഇഷ്ടം? എന്നാ ഇത് വെച്ചു. ആ സോന പോണില്ലേ? അല്ല ഇതാരാ ഫിലി? തൻ്റെ സിസ്റ്ററാണോ? ആ എനിക്ക് സിസ്റ്ററിനെ പോലെ. ഓ അപ്പോൾ ജിമിൻ്റെ സിസ്റ്ററാണോ? ജിമിൻ്റെ സിസ്റ്ററോ? അപ്പോൾ സോനയൊന്നും അറിഞ്ഞില്ല? വാട്ട്? ആ ജിമ്മിയുടെ ഗേൾ ഫ്രണ്ടാ ടെസ്സ. ആ ടെസ്സ കൊച്ചേ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ജിമ്മിച്ചിൻ്റെ പിന്നാലെ ഒരു ചേച്ചി കിടക്കുന്നു. അതാണ് ചേച്ചി. ഓ ഓ ജിമിൻ, എന്നെ ഒഴിവാക്കാനുള്ള അടുത്ത പ്ലാനായിരിക്കുമല്ലേ? ഇതൊന്നും വർക്കൗട്ടാവില്ലെന്ന് എനിക്കറിയാലോ, പിന്നെ എന്തിനാ വെറുതെ? എടോ ആര് പറഞ്ഞു? പിന്നെ വണ്ടി ഒഴിവാക്കിയതാ, അത് മനസ്സിലാക്കാതെ തന്നെ നമ്മളെന്ത് ചെയ്യാനാ? കുട്ടി യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ഫെലിക്സ് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഷട്ടപ്പ് പ്ലീസ്. ഓക്കെ മദാമേ. എന്താ മോളെ, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇമാതിരി പണിക്കെല്ലാം കൂട്ടിവെക്കാൻ? ഇല്ല. എന്തേ? കൂടുതലും അങ്ങോട്ട് ഷോർക്കല്ലേ? അതിനോ ഇത് നിങ്ങളുടെ വേറെ അടവാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് നേടിയിരിക്കും. അതിനിപ്പോൾ എന്ത് തറവേല കാണിച്ചിട്ടാണ്? ഇനിയിപ്പോൾ നീ അവനെ വളച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു പിണ്ണാക്കൂല്ലേ? ബിക്കോസ് എനിക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമാക്കും, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും. പക്ഷെ ഇവിടെ നടന്നിട്ട് കാര്യമില്ല. ഓക്കെ അതുകൊണ്ട് ചേച്ചി ചെല്ല്, ഞാൻ ചെന്നോളാം. നിൻ്റെ ചെമ്മീച്ചൻ പോവാണ്ട് നീ നോക്കിക്കോ. അല്ല ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും നടന്നില്ല. അപ്പോൾ ഇത്ര പെട്ടെന്ന് നിനക്ക് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താ കിടന്നെടുത്തോ? അടിസക്കെ ഇന്നേല ഇമാതിരി വർത്താനം കൊണ്ട് നീ ആ മോളെ അടങ്ങ്. നിനക്ക് കിട്ടാനുള്ളത് കിട്ടി, നീ ചോദിച്ച് വാങ്ങിച്ചു. മേ ബി ഉണ്ടല്ലോ അവളിപ്പം നിന്നെ തല്ലിയില്ലെങ്കിലുണ്ടല്ലോ സീരിയസ്ലി ഞാൻ ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്തേനെ. മോളെ സോനെ അവളൊരു കൂട്ടം പറഞ്ഞല്ലോ,
എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. വെറുതെ എൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറയൂലല്ലോ. സോ ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട്. അതായത് ഈ ജിമ്മിൻ്റെ പെണ്ണാണ്. അവൾ അതിനുള്ള പവർ കാണിച്ചു. നീ ചോദിച്ചതിന് അവൾ തന്നു. ഇനിയും ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് വരാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഇതിവിടെ തീർത്തു. അതിനോ നീ ഈ ഒരു കാര്യം നേടണമെങ്കിൽ അതിന് എന്ത് തറവിലയും കാണിക്കും. സോ മക്കളെ, നിനക്ക് നിൻ്റെ പപ്പയും മമ്മയും നല്ല അടിപൊളി ചെക്കനെ കണ്ടുപിടി. പോയി അവനെ കെട്ടി സുഖമായി ജീവിക്കുക. എന്നെ വിട്ടേക്കട്ടോ. ഇനി നീയും നിൻ്റെ ശൃംഖലകളായിട്ട് ഇതിന് പോരിന് വരുമെന്ന് എനിക്കറിയാം. ബട്ട് ടൈം ഉണ്ടല്ലോ, നമുക്ക് പതുക്കെ എല്ലാം തീർക്കാം. പക്ഷേ നിൻ്റെ ഒരു നിഴല് ഇവളുടെ ദേഹത്ത് ഇനി വീഴാൻ പാടില്ല, കേട്ടല്ലോ? ഇവിടം കൊണ്ട് അവസാനിച്ചോണം. ഓക്കെ ചിക്കു, വാ. മോനെ ജിമ്മി സീന്. രസക്കൊച്ചേ, അവൾക്ക് ഒരെണ്ണം പൊട്ടിക്കണം എന്നുള്ളത് എൻ്റെ നല്ലൊരു വിധ ആഗ്രഹമായിരുന്നു. നീ മുത്താണ്, മുത്ത്. എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? പൊളിച്ച്. താങ്ക് യു. എടാ അളിയ, എന്താടാ അളിയ നീ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും ഓവറായിപ്പോയോ? മിണ്ടി പോരുത് രണ്ടും. ഒരു പെങ്ങളും ആങ്ങളെയും വന്നിരിക്കുന്നു. നിന്നോട് ആരാടാ മാറി ഇവളെ കയറി എൻ്റെ ഗേൾ ഫ്രണ്ടാന്ന് പറയാൻ പറഞ്ഞു? അത് പിന്നെ ഐശു ഒഴിഞ്ഞ പോലെ ഇവളും ഒഴിഞ്ഞു പോകാൻ. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാൻ? അവണുവില്ലേ തേങ്ങ. ഇനി അടുത്ത പ്രശ്നമായിട്ട് അവൾ വരും. അതപ്പോൾ കാണാമെന്നും നീ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ് അവളോട്? അല്ലെങ്കിലും എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കാൻ പറ്റിയ സാധനം. ആഹാ, ചോള ഹെൽപ്പ് ചെയ്തെന്ന് പറയാം. എനിക്ക് എന്താണ് ഒരു കുറവ്? ഓ പിന്നെ കണ്ടേച്ചാലും മതി. ഓ പിന്നെ തന്നെ കെട്ടാനിപ്പോൾ ഐശ്വര്യായി വരും. മൂക്കിൽ പല്ല് മുളയ്ക്കുമ്പോഴും ഇവിടെ ഇരിക്കുകയുള്ളൂ. ആയിക്കോട്ടെ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മോൾ ഐശ്വര്യ ചെല്ലാം നോക്ക്. ഓ അല്ലെങ്കിൽ ഞാൻ പോവാം. ഇയാൾക്കൊക്കെയാണല്ലോ തമ്പുരാൻ ഹെൽപ്പ് ചെയ്യാൻ പോയത്. ഇത് ഫെലിച്ച, ഞാൻ പോവാം. ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലോട്ട്. ഇത് കുക്കിയോട് പറഞ്ഞേ ഞാൻ പോയി. ശരി, അപ്പോൾ വീട് നീ ഒറ്റയ്ക്ക് പോകും. എൻ്റെ ടെസ്റ്റ് വെച്ച് നിൽക്കി ഇവനും തലക്കോളാന്ന് വെച്ച് തലക്കോളം അവക്കാം താൻ പോകും. തോട്ടാവളി ഫസ്റ്റ്. നിനക്ക് എന്തുവാ ജിമ്മി? ആ കൊച്ചുള്ളതുകൊണ്ടതാ ഇത്രയെങ്കിലുമൊക്കെ ആക്കി വെച്ച്. അതെ, നിനക്കെന്തൊരു കേടായിരുന്നു? നിനക്ക് മിണ്ടാടുന്നവരെ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്. ആഹാ, ഇപ്പം എനിക്കായി കുറ്റം. വലിയ കാര്യത്തിൽ ഏറ്റു പറയുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ പെണ്ണാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. എന്തേ അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായില്ലേ? പിന്നെ നിന്നെ രക്ഷിക്കാൻ ഞാൻ പിന്നെ എന്താണ്? ഓ അങ്ങനെ കൂടുതൽ അങ്ങോട്ട് അവരുള്ളല്ലേ. അവൾ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മോത്തണ്ടായി തളിച്ച ഞാൻ കണ്ടതാണ്. പിന്നെ തെളിച്ചം എന്നെക്കൊണ്ടൊന്നും പറയരുത്. അതെ, മതിയാക്കാവിനെ. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? ദേ ഫിലിപ്പ്, ഓവറാക്കല്. ഇനി മേലെ എമ്മാതിരി കേസ് കിട്ടുമെന്ന് വന്നാണ്ടല്ലോ. ഇപ്പം ഞാനായിക്കോട്ടെ മാവൻ്റെ കൊച്ചവിടെ നിന്നും അത് സഹായിച്ചുമ്പോൾ അതിന് വിഷമമായിക്കും ആണേ എന്ന് പോയി സമാധാനിപ്പിക്കും. അല്ല പിന്നെ ഇതിപ്പോൾ എന്താണ്? ഞാൻ ഒരു സഹായമല്ല ചെയ്തത്. ഇത് ഇത്ര വലിയ കുറ്റമായ? ഓ ഇത് നേരത്താണ്. എക്സ്ക്യൂസ് മീ കുട്ടി, ചേക്കട വിടല്ലത്. കുട്ടിയാ? ഞാനെപ്പോഴാണ് തൻ്റെ കുട്ടിയായത്? ഓ സോറി സിസ്റ്റർ, ചേക്കനൊന്ന് വിളിക്കാവോ? അയ്യോ പറ്റില്ലല്ലോ ഡോക്ടർ. അല്ല, നിങ്ങൾക്ക് സിസ്റ്ററാകുമ്പോൾ എനിക്ക് ഡോക്ടറാണല്ലോ. ഇതേ കുരിപ്പ്. എടോ അവനൊന്ന് വിളിച്ചേ. ഇല്ലെങ്കിൽ എൻ്റെ പൊന്ന് പറഞ്ഞു ഒന്ന് വിളിക്ക്. അയ്യോ എൻ്റെ പൊന്നാങ്ങൾ വിളിക്കില്ലല്ലോ. ഇനി ഏതാ താടകെ മാറിക്കാമുണ്ട്. ഇതോ കളിക്കാമെന്നല്ലോ. എൻ്റെ വെടിക്കണമെങ്കിൽ എൻ്റെ പെർമിഷൻ പുറത്തുനിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞ് അവനൊന്ന് വിളിക്കാവോ? പറ്റില്ല. ഒരു കുറിപ്പം തന്നെ ഞാൻ എന്ത് പെണ്ണാക്കി ചെയ്തിട്ടാണ്? അവനൊന്ന് വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇത് മാറിക്കേ, അല്ലെങ്കിൽ ഞാൻ കയറി വിളിക്കോടുന്നു. അയ്യടാ ഒന്ന് കണ്ടേനെ. ആദ്യം എന്നോട് മര്യാദയ്ക്ക് ചോദിക്കും എന്നാ പറഞ്ഞുതരാം. അതല്ലേ സാധനമേ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചത്. എനിക്കൊരു പേരുണ്ട്. ഓ അതെയോ? ഭവതി പേരെന്താണാവോ? ഹോബി. ഇത് ഹോബി. എൻ്റെ ഹോബി അവനൊന്ന് വിളിക്കോ? തൻ്റെ അല്ല ആരുടെയും. അങ്ങനെ പറ. അല്ല താനേതാ? ഞാനെന്തിനാ എൻ്റെ ചെക്കനെ വിളിക്കണേ?
നിൻ്റെ അമ്മൂമ്മനെ കെട്ടിക്കാം മാറിക്കിടാറ് തുടരും നിന്നോടെ ഇത് വലിയ ശല്യം. ഇത് പെൺപിള്ളേർ തൊട്ടുന്നുള്ള കേസും കൂടി എനിക്ക് വരാനുള്ളൂ. മാറിക്കാൻ അങ്ങോട്ട്. ഓഹോ കള്ളനോ പെണ്ണുപിടിയാനാണല്ലേ. ഓ ഇവിടെ ഡിഡി ഇതുവാ അറിയാൻ മേലടാ. കുറച്ച് നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങണം. നല്ല സംശയമുണ്ട് കൊള്ളാനും കണ്ട. ഓഹോ പട്ടപ്പകലും പിടിച്ച് പറയല്ലേ. ഡി നീ ആ സെക്രട്ടറിനെ വിളിക്കുക. അല്ല വേണ്ട ഇവനൊക്കെ പോലീസ് തന്നെ മതി. ആ വിളിക്ക്. ആടാ എന്തൊരു സന്തോഷം. അതെന്താ നിൻ്റെ തറവാടായിരുന്നു. ഓഹ് ഇതൊക്കെ ഏതാണോ വിളിച്ച എന്താ. ആ അലക്സ് അല്ലേ. ആ അതെ. അയ്യോ ഇച്ചാനെന്താ ഇവിടെ വയ്ക്കുന്നത്. അത് പോയോ. ഓ ഈ രണ്ടെണ്ണങ്ങളൊന്നും മാറി തൻ്റെ. ഓ സോറി. ഓ പേച്ചി ഇത് അവൾ പറഞ്ഞില്ലേ ഒരു കോച്ച് വരുന്നുണ്ട്. ആ അയ്യോ ഐ എം സോറി അല്ലേ. ആളറിയാതെ പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഓ എന്നാൽ പിന്നെ യഗ് വായതൊന്നും പറയാനില്ല. അതിന് നീ എവിടെയാണ് എന്നോട് വായ തുറക്കാൻ ശ്രമിച്ചത്. ഛേ ഈ സാധനത്തിൻ്റെ അടുത്ത് മാറ്റിക്കല്ലെങ്കിൽ എനിക്ക് നല്ല കയ്പ് വരുന്നുണ്ടായിരുന്നു. ഓ വന്ന് നീ എന്ത് ചെയ്യുന്നു. തമ്പുരാനെ സോറിയില്ല. ഒബിച്ചിങ് വന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അവിടെ ഓഫർ ഓഹോ അതൊക്കെ ശരിയാക്കാം വാ. ആഹാ കുട്ടിപ്പട്ടാസുകളുണ്ടല്ലോ ഇവിടെ. എന്താണ്. ഒന്നുമില്ല നാളെ ഫൈനൽ ജസ്റ്റ് ഒന്ന് കയറിയെന്നാ. എന്തായി ചെക്കൻ പൊളിക്കില്ലേ. അവൻ്റെ കയ്യിലിരിക്കും. എടാ തേജു വന്നില്ലേ. ഇല്ലടാ അവൻ കഫേയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഓ എന്നാൽ പിന്നെ ചായ ഇന്നത്തെ കഴിഞ്ഞല്ലേ ഞാൻ ചെല്ലട്ടെ. ചെല്ല്. നിങ്ങൾ രണ്ടും ക്യൂട്ട് കപ്പിൾസാണ്. ക്യൂട്ട്നെസ് ഓവർലോഡാണ്. അല്ല സത്യം പറ ബ്രോ, നിങ്ങൾക്ക് പണി കിട്ടിയിട്ടല്ലേ ഈ പണിക്കിറങ്ങിയത്. എന്തെങ്കിലും തെപ്പിട്ട് കാണും. അല്ലാണ്ട് നിങ്ങൾ MBBS ആയിരുന്നില്ലേ, അതും അവളുടെ സീനിയേഴ്സ്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ കാരണം. ഓ അങ്ങനെ. ആ ചെറിയ പണി കിട്ടിയെന്ന് തന്നെ വിചാരിച്ചു. അപ്പർ റിലേഷൻ തന്നെയായിരുന്നു. എത്ര വർഷം. ഒരു 10 yearsൊക്കെ. വാട്ട് 10 വർഷം. എന്നിട്ട് അവൾ തേച്ചിട്ട് പോയെന്നല്ലടാ. അവളുടെ സാഹചര്യം അതായിരുന്നു എൻ്റെ. എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ ഇതൊന്ന് പുറത്തു വന്നേ. ഇതൊക്കെ തന്നെ ഞാനതിന് ടൈം കൊടുത്തു. എങ്ങനെ. ഒന്നുമില്ല, എൻ്റെ ഡെയിലി ലൈഫിലെ റൊട്ടീനാണ് അവൾ. വിച്ച് മീൻസ് ഡെയിലി പോയി കാണുക അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ഉണ്ടല്ലോ. അപ്പോൾ അവളെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആ സ്ഥാനത്തേക്ക് ഞാൻ ഇറേസും കൊണ്ടേ ഇട്ടു. എൻ്റെ ഒരു ചെറിയ പാഷൻ പോലെയായിരുന്നു. അങ്ങനെ ടൈം കൊടുത്തപ്പോൾ കാലത്തിനനുസരിച്ച് അത് മാറുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാണ്ടായി. ഒന്നുമില്ലടാ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ ടൈം കൊടുക്കുക, അത്രേ ഉള്ളൂ. ശരിടാ, അപ്പോൾ ശരി. എന്ത് മനുഷ്യനല്ലേ, പഴുത്തുള്ളി വീണ പോലെയാണ് ലവ് സ്റ്റോറി പറഞ്ഞിട്ട് പോയത്. ആ ഫസ്റ്റ് ഈ പൊട്ടനോടൊക്കെയാണല്ലോ അങ്ങേര് പറഞ്ഞത്. എന്താടിയാ ഒന്നില്ലേ, വാ പോവാ. എക്സ്ക്യൂസ് മീ. ആ കുക്കി, നീ എന്തെവിടെ. ആഹാ വെറുതെ കഫേയിലേക്ക് എന്തിനാ വരുന്നത്. പ്രാക്ടീസ് കഴിഞ്ഞോ. യാ എന്നാൽ പിന്നെ വീട്ടിൽ ചെല്ല്. എൻ്റെ ചെക്കനെയും കൊണ്ട് പോകാൻ വെച്ചു. അതോ ഇവിടെ കഴിഞ്ഞിട്ടില്ല, നിനക്ക് വയ്യാത്തല്ലേ, പോയി റെസ്റ്റ് എടുക്കുക. നാളെ ഫൈനലല്ലേ. ഇനി
കുക്കി ചെല്ല്. നോ, ഞാൻ ഇവിടെ നിന്നോളാം. ആ ശരിയാവില്ല. അതെന്തോ എന്നെ കൺട്രോൾ പോകും. കുക്കി എടോ, ഞാൻ ഇവിടെ നിന്നോളാം, കുഴപ്പമില്ല. പോയി റെസ്റ്റ് എടുക്കും കുക്കി. നോ, നമ്മൾ ഒരുമിച്ച് പോകും. ഓക്കെ, നിനക്ക് കുടിക്കാൻ തരുന്നതോ? ഓ, എങ്ങനെയാണ് ഒരു കസ്റ്റമറോട് ബിഹേവ് ചെയ്യുക? ഓ ഓ ഓക്കെ. What do you want, so? Would you like to come here, sir? Cookie. ചോദിച്ചതിന് പറയടോ. No. It's too expensive. ഓ, എത്ര എക്സ്പെൻസീവാണ് ഇത്. തേച്ചുവാണേ. എത്ര കൂടുതൽ കൊടുത്തിട്ടും ഞാൻ വാങ്ങിക്കും. എന്തേ കുക്കി? മതി, നീ ഇവിടേക്ക്. ഞാൻ അവളോട് പറഞ്ഞിട്ട് വരാം. അതാണ്, വേഗം പോയിട്ടോ. എന്തു പറ്റി? ഡോക്കീസിന് വയ്യാണ്ടായോ? ചെറിയ ക്ഷീണം. നാളത്തോടെ എല്ലാം കഴിയല്ലോ, പിന്നെന്താ. ടെൻഷനുണ്ടോ ഓക്കെ? ടെൻഷനൊന്നുമില്ല. എന്തു പറ്റി? നിനക്കുണ്ടോ? ചെറുതായിട്ട്. അയ്യേ, എന്തിന്? എന്താണെന്നറിയില്ല. കാര്യമല്ല, എന്തോന്നാലും നമ്മൾ ചോദിച്ചു. പിന്നെന്താ? ആ, അത്രോ. അയ്യോ, അതെന്താ സൗണ്ട്? അത് താങ്കളുടെ അനിയത്തിയ. അവളെന്താ ഇവിടെ? അത് ഈ രാത്രി കളഞ്ഞു പോയൊരു സാധനം എടുക്കാൻ വന്നതാണ്. ഈ രാത്രിയോ? അത്യാവശ്യമാണെങ്കിൽ രാത്രി പകലൊന്നുമില്ലല്ലോ. അതിവിടെ എൻ്റെ കുക്കിംഗ് പോയി നല്ലോണം റെസ്റ്റ് എടുക്കാം. നാളെ നമുക്ക് ചെയ്യണ്ടേ? ഞാൻ ക്ഷീണിച്ചൊന്നല്ലേ, സോ എനിക്ക് എനർജിക്കായി. ആയിക്കടാ, ഇപ്പം എൻ്റെ പോയി കിടന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ. പ്ലീസ്, നോ, ഗുഡ് നൈറ്റ്. ചിപ്പിച്ച, ഡോറ് തുറക്ക്. ടിസ, നീ തടിയുടെ ഡോറൊക്കെ പൊട്ട. എന്തുവാ നീ എന്തെങ്കിലും ഒരു അമ്മി പതുങ്ങിയൊക്കെ? നിനക്ക് എന്നാ ഡയറക്റ്റായി കയറി ഒന്നുകൂടെ? അല്ല, നീ ഇപ്പോൾ ഈ ഇട്ടേന്നല്ലേ വരുന്നേ? ഈ രാത്രി ഒറ്റയ്ക്ക് തലയ്ക്കെന്തേലും കുഴപ്പമുണ്ടോ വെച്ചേ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നാളെ പറഞ്ഞാൽ പോരെ? പറ്റില്ല, അത്യാവശ്യം പറഞ്ഞില്ലേ? ഓ, എന്തുവാ അത്? വെയിറ്റ്, ഞാൻ ശ്വാസം വിടട്ടെ. അപ്പോൾ നീ വീണ സൗണ്ടാണോ കേട്ടത്? അറിയാൻ മേലാത്ത പഠിക്കും കയറി. എന്തുവാ? എന്താ നീ പറയാൻ വന്നേ? ചിമ്മിച്ചു, എനിക്ക് ഓർക്കില്ല. അതിന് ഇവിടെയാണ് വരണ്ടേ? വല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ വേണമെങ്കിൽ ഞാൻ ചേക്കാൻ വിളിക്കാം. പൊട്ട, എനിക്ക് ഓർക്കില്ല. അതിന് കാരണം നിങ്ങളാ. ഇപ്പം എങ്ങനെ ഇരിക്കണേ? ഞാനെന്ത് കൊണ്ടാക്കി ചെയ്തിട്ടോ? കുറച്ച് നേരം ഈ വായൊന്ന് പൂട്ടിയിരിക്കോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഓക്കെ, പറ. അത് ചിമ്മിച്ച, എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അല്ല, അങ്ങനല്ല, നീ പറയുന്നുണ്ടോ?
അനക്ക് ഐ ലവ് യു. നിനക്ക് തിളക്കത്തി കുഴപ്പമുണ്ടോ? ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ആവുമെന്ന് എനിക്കറിയുന്നില്ല. എന്തോ പെണ്ണേ, സത്യം പറ, നീ അടിച്ചിട്ടുണ്ടോ? ഒരു ജിമ്മിച്ച, ഞാൻ സീരിയസ് ആയിട്ടാ. സാ കളിക്കല്ലേ, വല്ല പ്രാങ്കാണി ഇതൊക്കെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ. സത്യം പറ, ഫെയിൽ ഇല്ല. എവിടെയാ അവനുള്ളത്? ചിമ്മിച്ചാ, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. എനിക്ക് നിങ്ങളെ ഇഷ്ടം. എടി പെണ്ണെ, ഞാൻ നിന്നെ പെങ്ങളായിട്ട് കണ്ടുവെന്ന് മാത്രം പറയരുത് പ്ലീസ്. സഹിക്കില്ല. എടി പോത്ത്, അതല്ല എൻ്റെ പൊന്നറ്റ് സോച്ച, നിനക്ക് പറ്റിയൊരാളല്ല ഞാൻ. നീ അടിപൊളിയാണ്, സൂപ്പറാണ്. ബട്ട് ഞാൻ അങ്ങനല്ല, വെറുതെ വേണ്ട. പിന്നെ 2 അടിപൊളിയും ഇതും നോക്കിയിട്ടല്ലേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടം. നീ എന്തീ പറയണേ? സിമിച്ച പ്ലീസ്, നീ കളിക്കാതെ പോയേ. ഓരോ രാത്രി വന്നിട്ട് ഓരോന്ന്. ഇപ്പോഴും കളിയായിട്ട് തോന്നുന്നുണ്ടോ? രസ, നീ ചിമിച്ച, എനിക്കൊന്നും വേണ്ട. തേജുവിനും ഒബീജിനും കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അതിൽ കുറച്ച് മതി എനിക്ക്. പ്ലീസ്, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. നിങ്ങളുടെ കണ്ണിൽ ഞാനത് പലവട്ടം കണ്ടത്. അതെനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും മനസ്സിലായിക്കണം. നിങ്ങൾ പറയുന്ന കാലവും കാത്തിരുന്ന ഞാൻ അവിടെ ഇരിക്കത്തുള്ളൂ. നീ സീരിയസോ? അല്ല, പിന്നെ പറയാം, ആലോചിച്ച് പറയാം. ഇതിനോടൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പം യെസ് ഓർ നോ പറയണം. ഏതെങ്കിലും ഒരു ആൻസർ കിട്ടിയാൽ പറ്റും നിനക്ക്. ഒരാൻസർ കിട്ടിയാൽ മതി. ബട്ട് ഒന്നാലോചിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾ നോയാണ് പറയുന്നെങ്കിൽ ഞാൻ പിന്നാലെ നടന്ന് വർഷങ്ങളെടുത്താലും നിങ്ങളെ ഞാൻ എൻ്റേതാക്കും. അതെനിക്ക് ഉറപ്പാണ്. അതുമല്ല, നമ്മൾ പ്രേമിച്ചിടുന്ന ടൈം അങ്ങോട്ട് പോയി കിട്ടും. അഥവാ യെസ്സാണ് പറയുന്നെങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിരിക്കും. ഏത്? ഓ, അപ്പോൾ ഒരുങ്ങിക്കെട്ടി തന്നെയാണ്. അതെ, അപ്പം ഞാൻ ഏത് ഓപ്ഷൻ എടുത്താലും ഞാൻ കുടുങ്ങി നടത്തും. അതെ, എനിക്ക് നോക്കാന്നാ പുറ്റിക്കുന്ന. ശരി, നിങ്ങൾ എന്താന്ന് വെച്ചാൽ പഠിച്ചു. ഞാൻ പോകണം. ഈ നട്ടപ്പതിരയ്ക്ക് വന്ന് ഈ പൊട്ടനോട് ഇഷ്ടപ്പെടാമെന്ന് എന്നെ പറഞ്ഞു മതി. നിങ്ങൾ ഇതെല്ലാം വിചാരിക്കുന്നു വേണ്ട, ഞാൻ നിങ്ങളെ വിട്ടുവന്നു. നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്, ഞാൻ പോകും. നിൽക്ക് വേണേ, അങ്ങനെ പോവാതെ. നീ എത്ര കഷ്ടപ്പെട്ട് വന്നല്ലേ. ഇനിയൊന്നും പറയണ്ട, പോടുന്നു. അയ്യടാ, അങ്ങനെ പോകാനൊന്നും പറ്റില്ല. എൻ്റെ ഫേസ്റ്റ് കിസ്സൊക്കെ എടുത്തിട്ട് പോയാ ഞാൻ മിണ്ടാതിരിക്കണമെന്നാ? അത് പിന്നെ നിങ്ങൾ വിശ്വാസമില്ലാന്ന് പറഞ്ഞുകൊണ്ട്. ഓഹോ, അപ്പോൾ വിശ്വാസം വരാത്തവർക്കൊക്കെ നീ ഇങ്ങനെയാ? ഇത് നിന്നെ ഇഷ്ടമില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഇഷ്ടം അങ്ങനെയും പറഞ്ഞില്ല. ഇത് ജിമിച്ച് കളിക്കല്ലേ? കുറച്ച് വട്ടം തിരിച്ചതാ. എന്തിന്? അല്ലാതെ പിന്നെ ഞാൻ വെൽ പ്ലാൻഡായിട്ട് കുറച്ച് റൊമാൻറ്റിക്കായിട്ട് എൻ്റെ കൊച്ചിനെ അങ്ങ് പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലെവളത് വന്ന് കൊളാക്കി, മരം കയറി. ആഹാ, അത് പിന്നെ ഞാനെല്ലാം കുറച്ച് ഫാസ്റ്റാണ്. എല്ലാം എന്ന് പറയുമ്പോൾ പോ. അതെനിക്ക് മനസ്സിലായി, നീ കുറച്ച് ഫാസ്റ്റാണ്. അപ്പം പറ, എന്നെ ഇഷ്ടമാണോ? ആണോ? ആണോ? എടി പൊട്ടി പെണ്ണെ, നീ എനിക്ക് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലടോ. പിന്നെ നിനക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല മേ ബി. വൈ? എവിടെയോ ഉറങ്ങിക്കിടന്ന് നമുക്ക് തമ്മിലുള്ള ഇഷ്ടം പുറത്തേക്ക് വന്നു. ദാറ്റ്സ് ഇറ്റ്. ശരിക്കും ആന്നേ,
അതല്ലേ കാന്തം പോലെ നമ്മൾ വേഗം അട്രാക്റ്റ് ചെയ്ത്. ഇതിനല്ലേ മോളെ വിധി എന്ന് പറയാ. ആന്നേ, അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നീ കമ്മിറ്റഡ് ആയന്, ഇല്ലെങ്കിൽ ഞാനെങ്കിലും ആയന്. ഇതിപ്പോൾ രണ്ടും നടന്നില്ലല്ലോ. ആ വരാനുള്ള വഴി തങ്ങില്ല, ഇടുത്തി പോലെ വന്ന് വീണൂന്ന്. അതെ ചുംചാ. എന്നാ പിന്നെ പറ, എന്ത് ഇഷ്ടമാണ്? ഓ അത് നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ. നീ എല്ലാം പ്രാക്ടിക്കലി കുറച്ച് വേഗത്തില്ല, നമുക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ജിമിച്ചോന്ന് വിളിച്ച പായം കൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്ന് വിളിപ്പിയതേ. ആ ഞാൻ ഒരു ആവശ്യത്തിന് വിളിഞ്ഞാലോ. ജിമിച്ചോ ഓക്കെ, നിൻ്റെ കാര്യമായതുകൊണ്ടേ തിരിച്ചിറങ്ങി ഞാൻ ചോദിക്കണ്ടേ. ഇറ്റ്സ് മീ. യെസ്, എന്നെ കിട്ടാവോ ചേച്ചി? ഓക്കെ, ഡബിൾ ഓക്കെ. അല്ല അപ്പൻ്റെ മോള് പോവല്ലേ? അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയാ. ആണോ? എന്നാൽ പുത്തൻ വീട്ടിൽ നിന്ന് നിൻ്റെ തന്തേനെ വിളിക്കട്ടെ. എന്തേ എന്ത് ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചില്ലേ തിരിച്ചങ്ങോട്ട് പോകണമെന്ന്? അത് പിന്നെ ഒരാവേശത്തിന്. അല്ല ആ ഡോറായിരുന്നു തുറന്നിട്ട്? തേച്ചു തോന്നി. ഇമാതിരി കേസിന് അവനേ കിട്ടുള്ളൂ. ചേട്ട ഇനിയിപ്പോൾ ഇത്രയില്ലേ, ഞാനിവിടെ നിന്നോളാം. അയ്യടാ എനിക്ക് വിശ്വാസമില്ല. ആ എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടില്ലോ, കുറച്ച് കൺട്രോളാണ്. അയ്യടാ എനിക്ക് എന്നെ വിശ്വാസമില്ല എന്നല്ല, നിന്നെ. ഞാൻ അത്രക്കാരി നഹിഹേ. ചന്ദനജാലകം തുറക്കൂ, നിൻ ചെമ്പകപ്പൂ മുഖം വിടർത്തൂ, നാണത്തിനെ തിരി കൊളുത്തൂ, നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ, അഴകുതിരും മിഴികളുമായി കുളിരണിയും മൊഴികളുമായി ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ. ഈ രാത്രി ഞാൻ മാത്രമായി പാതിരാ പുള്ളുണർന്നു, പരൽ മുല്ല കാടുണർന്നു, പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു, താമരപ്പൂമ്പൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ തിളക്കമെന്തേ. അളിയച്ചേക്ക് പൊളിച്ചിട്ട് കേട്ടാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിടാ തേജു, ഞങ്ങളവിടെ ഉണ്ടാവും, നീ വരുന്നേ.
കിസ്സടിച്ച് കൊച്ചുക്കള്ള്. നന്നായി ആയിരുന്നില്ലാത്തത്. മച്ചാനെ സീന് പൊളിച്ച്. എന്താ ഹൈ ലെവലുണ്ടല്ലേ ഞാൻ മോനെ. എൻ്റെ കിളിയെല്ലാം പാറി കിടക്കുന്നു. എന്നാ പിന്നെ തെറിക്കല്ലേ. നിങ്ങൾ ചെന്നോ, ഞങ്ങൾ വരാം. ഓ ശരി ശരി ശരി. ചിമ്മിച്ച വരൂ. എൻ്റെ പൊന്നലക്സ് ബ്രോ, എന്നെ ഒന്ന് ആ വീട് വരെ എത്തിച്ച്. ഇനി ഇതും കൂടി കാണാറില്ല, ത്രാണി എനിക്കില്ല. വടക്കേറ് പോവാ മോള് സേ. ചിമ്മിച്ച നമുക്ക് പോവാം. ഇങ്ങോട്ട് നൈറ്റ് ഡ്രൈവിന്. തൽക്കാലം മതിൽ ചേട്ടൻ കൊണ്ടൊക്കെ നമുക്ക് ജയിക്കാം. ഇങ്ങനെ രണ്ട് റൊമാൻറ്റിക് മാരേജ് എൻ്റെ മോള് നടക്കുക. ജിമ്മിൽ പോവാ. നീ ഒറ്റയ്ക്ക് അവിടെ പോക്കോ, ഞാൻ പോണേ. നീ വരുന്നേ വാ, ഞാൻ വരൂല. എന്നോട് ഇരുന്നു വല്ല ആക്രി എടുത്തോണ്ട് പോക്കോളൂ. ഓ ആക്രിയില്ലേ. ശരി കുരുപ്പേ ചെറുങ്ങ് പൂത്ത കുരുപ്പ്. നീ എന്തി കാണിക്കണേ? നൈറ്റ് ഡ്രൈവിന് പോലല്ലോ. പോക്കിക്കോ, നടന്നു. ഇതിനെ കൊണ്ട് Cookie, I want to feel you. Are you sure? Okay, slow. Then stop me if you can.
എന്നാ ചിമ്മി, നീ ടെസ് കൊച്ചിനുണ്ടോ? ഇവിടെയില്ല, അവൾ നിൻ്റെ കൂടെ അല്ലേ? ഈ കൊച്ചിത് എവിടെ പോയി? ടെസാ, ചിമ്മിച്ച. ആ കുരിപ്പൻ നിന്നത് ഹോബിച്ച് അന്വേഷിക്കുന്നു. നീ എന്താ ഇവിടെ? കുരിപ്പേ, എന്തിനുള്ള പുറപ്പാടാ? എന്ത്? ഒന്നുമില്ലല്ലോ. പൊന്നു മോളെ, നിൻ്റെ അപ്പയമ്മയും വിശ്വാസത്തോടെ ഇവിടെ നിർത്തിയിട്ട് പോകണം. അത് നീ തൊലയ്ക്കരുത്. അതിന് ഞാൻ കാണിച്ചില്ലല്ലോ. അഭിനയിക്കല്ലേ? പോ. ചിമ്മിച്ചോ? പൊന്നുമോളെ കുരിപ്പ്, എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. കൺട്രോളൊന്നും നമ്മളങ്ങനെ എടുത്തു വയ്ക്കാൻ പാടില്ല. അങ്ങ് വിട്ടേക്കണം. നീ സമ്മതിക്കില്ല അല്ലേ? പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്ന് അറിയിക്കാം. എന്ത് ക്യൂട്ട്. പോവാം. അതോ ഒരു റൗണ്ട് ഓടിക്കാം. ഓക്കെ. അവരൊന്നല്ലോ. എടാ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോ. അലസിച്ചായ താങ്ക് യു. ഒന്ന് പോടേക്കാം. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങിക്കോ. ഹോബി, ഒരു മിനിറ്റ്. എടോ, എന്താന്ന് വെച്ചാൽ പോകുന്നതിന് മുമ്പ് തന്നോട് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത്ര നാൾ ഒരു കൂട്ടാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഇപ്പം എന്തോ ടൈമായെന്ന് എനിക്ക് തോന്നും. എടോ, എനിക്ക് തന്നെ ഇഷ്ടം. താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ടൈം എടുത്ത് ഇഷ്ടമാണേ എൻ്റെ അപ്പയും അമ്മയും ഞാൻ ഇങ്ങോട്ട് വിട്ടേക്കാം. അത് വേണ്ട, അതൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്താണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഹോബി ചിന്താലിച്ചിട്ട് അങ്ങോട്ട് ടെസ് പറ. ഈ കുരിപ്പുകൾ. അല്ല, നിങ്ങൾ കണ്ട കീരിയും പമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി എൻ്റെ പൊന്നളച്ച? ഓടാ ഹോബി ചെയ് പറ. ഫിലിം എൻ്റെ കയ്യിൽ നിന്നിട്ടുവേ. അറ്റപ്പോ എവിടെയും കാണാത്ത നാണമൊക്കെ. ഞാൻ ഇറങ്ങട്ടെ. എടോ, തന്നെ നമ്പറായോ? അല്ല പിന്നെ തവല വെമ്പിളേറെ പിന്നാലെ പോയെന്ന് ഞാൻ എന്തേ? എൻ്റെ മോളെ സീനും ഹോബിയേച്ചി, നീ പോടാക്ക, ഞാൻ പോവാം. ഐസ് പോലെ പോടാ. ഇത് ജിമ്മി വാതിലടച്ച് വെച്ച് പോകണം. ഓക്കെ ശരി. എനിക്കൊന്നും കാണാൻ പറ്റിയേ. ശരിയടപ്പോ, ഞാൻ ഇറങ്ങിക്കോ. ഓക്കെ മച്ചാ, ബൈ. ബൈ. എന്തൊക്കെക്കാ മക്കൾസ്, പോയി റെഡിയാവും, പോണ്ടേ? ഇങ്ങോട്ട് കോളേജിക്ക്. ഡാഫിലി, ഞാനിന്നില്ല, നിങ്ങൾ ചെന്നേ, എനിക്ക് വയ്യ. അത് നിങ്ങൾ പോയി റെഡി ആയിട്ടോ. എടാ, എനിക്കും വയ്യ, എൻ്റെ കാല് ഭയങ്കര വേദന. ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞില്ലേ? സോ എനിക്ക് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ ചെന്നോ.
ഓ ആയിക്കോട്ടെ. ഇനി നീയോ? ഞാൻ ചിമിച്ച എൻ്റെ കൂടെ വരാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്? ഓ അടിയാ, മനസ്സിലായി. ഓക്കോ അപ്പോൾ ഇവിടെ നേരം തന്നാ പൊട്ടണ. എനിക്കിത് കിട്ടണം, ഇത് തന്നെ കിട്ടണം. ഇതുങ്ങളൊക്കെ വെയിറ്റ് ചെയ്താ എനിക്കിത് തന്നെ കിട്ടണം. ഓ എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും കണ്ടുപിടിക്കരുത്. ബി സിംഗിൾ, ഓക്കെ? സങ്കടമൊന്നുമില്ല. പോട്ട്. എന്ത് നോക്കിയിരിക്കാൻ, സ്റ്റോറി കഴിഞ്ഞു. അടുത്തതായി എൻ്റെ ഒരു പെർഫോമൻസോടെ ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എല്ലാ സിംഗിൾസിനും വേണ്ടി ഞാനിത് കാഴ്ചവെക്കുന്നു. അമ്പര ചുംബിയാകുന്നൊരു